പ്രണയപൂർവം നിനക്കായി ഞാൻ ഭാഗം 70. എല്ലാവരുടെയും നോട്ടം സണ്ണിയിലേക്കായിരുന്നു. അലക്സ് സണ്ണിയെ നോക്കി. സണ്ണി ആ സമയം തന്നെയാണ് അലക്സിനെ നോക്കിയത്. അലക്സ് അവൻ്റെ അടുത്തേക്ക് വന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അലക്സ് ചോദിച്ചു. ഉണ്ട്, വലിയൊരു സത്യമാണ് ഇന്ന് മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. സണ്ണി പറഞ്ഞതും അലക്സ് ആകാംക്ഷയോടെ അവനെ നോക്കി. പറയാം, ഇപ്പോഴല്ല, നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് കൂടണം. സണ്ണി ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഗേറ്റിന് പുറത്ത് അവർക്ക് പോകാനുള്ള വണ്ടി എത്തിയിരുന്നു. എല്ലാവരും വണ്ടിയിലേക്ക് കയറുമ്പോൾ സണ്ണി, ഞാൻ എൻ്റെ കാർ എടുത്തോളാം, കുട്ടികളുള്ളതല്ലേ, അവർക്ക് പാല് കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്, സണ്ണി പറഞ്ഞു. ആ, അത് മതി. എന്നാൽ നീയും ഗൗരിയും കുട്ടികളും പിന്നെ ആദിലക്ഷ്മിയും അമ്മച്ചിയും അന്നക്കുട്ടിയും കൂടി സണ്ണിയുടെ കാറിൽ വന്നോളൂ, ഞങ്ങളെല്ലാവരും ഈ വണ്ടിയിൽ വരാം എന്ന് പറഞ്ഞ് എല്ലാവരും പുറത്ത് അവർ പറഞ്ഞ വണ്ടിയിലേക്ക് കയറി. അവിടെ നിന്നും വണ്ടി വിടുമ്പോഴെല്ലാം സണ്ണിയുടെ മുഖത്തെ ഗൗരവം കണ്ട് അമ്മച്ചി, നീ എന്താണ് മസിൽ പിടിച്ചിരിക്കുന്നത്? എന്താ, നീ വിചാരിച്ച കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ? അമ്മച്ചി ചോദിച്ചു. തീരുമാനമായോ എന്ന് ചോദിച്ചാൽ വലിയൊരു കാര്യമാണ് അമ്മച്ചി അറിഞ്ഞിരിക്കുന്നത്. നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം. എന്താടാ, നീ കാര്യം പറയേ, ഞങ്ങളെ കൂടി ടെൻഷൻ അടിപ്പിക്കാതെ. നീ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു ടെൻഷനാണ്, അമ്മച്ചി പറഞ്ഞു. അത് സണ്ണി തൊട്ടടുത്തിരിക്കുന്ന ഗൗരിയെ നോക്കി. അവളും എന്താണ് കാര്യമെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ നിൽക്കുകയാണെന്ന് സണ്ണിക്ക് മനസ്സിലായി. അത് മറ്റൊന്നുമല്ല, തേജാൻറ്റിയുടെ ഭർത്താവ് ശക്തി ഭദ്ര, അദ്ദേഹം ജീവനോടെയുണ്ട്. എന്താ? എല്ലാവരും ഒരുപോലെയാണ് ആ ചോദ്യം ചോദിച്ചത്. അതെ, അദ്ദേഹം ജീവനോടെയുണ്ട്. അദ്ദേഹത്തിന് പുറം ലോകവുമായി ബന്ധപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയിലാക്കിയിരിക്കുകയാണ്. ഒരുപക്ഷെ തളർത്തി കിടത്തിയിരിക്കുകയാവും. എന്താണെന്ന് എനിക്കറിയില്ല. അതറിയണമെങ്കിൽ ഒരാളോട് എനിക്ക് സംസാരിക്കണമെങ്കിൽ അയാളെ എനിക്ക് ഒറ്റയ്ക്ക് കിട്ടണം, സണ്ണി പറഞ്ഞു. തേജാൻറ്റിയാണോ ഇച്ചാൻ ഉദ്ദേശിക്കുന്നത്? ഗൗരി ചോദിച്ചു. അതെ, അവരെ തന്നെയാണ് എനിക്ക് കാണേണ്ടത്. അതിനുള്ള അവസരം അമ്മയും നീയും എല്ലാം കൂടി എനിക്ക് ഉണ്ടാക്കി തരണം, സണ്ണി പറഞ്ഞു. അത് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ തേജയുടെ കാര്യങ്ങളെല്ലാം അറിയാൻ തേജ ആരോട് സംസാരിക്കുന്നു, തേജയോട് ആരെങ്കിലും വന്ന് സംസാരിക്കുന്നുണ്ടോ, ഇതെല്ലാം അറിയാൻ ഒരുപക്ഷെ തേജയെ കൺട്രോൾ ചെയ്യുന്ന ആള് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ടാകും, അമ്മച്ചി പറഞ്ഞു. അമ്മച്ചി ബ്രില്യൻ്റ് ആണല്ലോ. ഞാൻ കരുതിയതിനേക്കാൾ കൂടുതൽ ബ്രില്യൻ്റ് ആണ് സണ്ണിയുടെ അമ്മച്ചിയും സണ്ണിയുടെ ഭാര്യയും, സണ്ണി ചിരിയോടെ പറഞ്ഞു. ഇനി പറ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? അത് സണ്ണി പിന്നീട് അവൻ വീഡിയോയിലൂടെ കേട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതെല്ലാം കേട്ടപ്പോൾ അമ്മച്ചിയും അന്നക്കുട്ടിയും ഗൗരിയും അടക്കം ഞെട്ടലോടെയാണ് കേട്ടിരുന്നത്. ഇതെല്ലാം അറിഞ്ഞിട്ട് തേജയ്ക്ക് എങ്ങനെ? അമ്മച്ചി ചോദിച്ചതും, അമ്മച്ചി, അവര് സാധാരണ ഒരു സ്ത്രീയാണ്, അമ്മച്ചിയെപ്പോലെ അത്ര ബോൾഡൊന്നുമല്ല. ഇപ്പോൾ ഗൗരി തന്നെ എന്തൊക്കെ അനുഭവിച്ചു. സാഹചര്യം വരുമ്പോൾ എല്ലാവരും സാധാരണ സ്ത്രീകളായി മാറുന്നു. ഇപ്പോൾ അവരുടെ ഭർത്താവിൻ്റെ അച്ഛൻ തന്നെ ഉപദ്രവിക്കുന്നു, അതും അവർക്ക് വേണ്ടി എന്നറിഞ്ഞപ്പോൾ അവർ ശരിക്കും തകർന്നു പോയതാണ്. ഒരുപാട് തവണ ചിലപ്പോൾ അവർ അവരുടെ ജീവൻ തന്നെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. പക്ഷേ എല്ലാം അവർ അതിജീവിച്ച് നിന്നത് അവരുടെ ആ മകനും ഇപ്പോൾ കണ്ടിട്ടില്ല, എവിടെയാണ് എന്ന് പോലും അറിയില്ല, ഏതവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പോലും അറിയാത്ത അവർ സ്നേഹിച്ച അവരുടെ പ്രണയത്തിന് വേണ്ടിയായിരുന്നു ഇത് മുഴുവനും. ഇത്രയും നാളും അഗ്നിഹോത്രിയുടെ ക്രൂരതകൾ അവർ മിണ്ടാതെ സഹിച്ചത്, ഇപ്പോഴും സഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവർക്ക് പേടിയാണല്ലോ. നമ്മൾ എല്ലാവരും കൂടെ നിൽക്കാം എന്ന് പറഞ്ഞാൽ പോലും അവർ ഒരുപക്ഷെ ഒന്നിനും കൂടെ നിന്നെന്ന് വരില്ല. കാരണം അവർക്ക് എല്ലാത്തിലും വിലപ്പെട്ടത് അവരുടെ ഭർത്താവും അവരുടെ മകനുമാണ്. അവരുടെ ജീവൻ വേണമെങ്കിൽ അവർ കളയും, പക്ഷേ അവരുടെ ഭർത്താവിനോ അല്ലെങ്കിൽ അവരുടെ മകനോ എന്തെങ്കിലും സംഭവിക്കാൻ അവർ ഒരിക്കലും സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരു സ്ത്രീയാണ്. എല്ലാവരും ഒരുപോലെ ആകണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് എന്തെങ്കിലും ഒരു വഴി നിങ്ങൾ ഉണ്ടാക്കി തരണം. തേജ് വിചാരിച്ചാൽ നടക്കും, പക്ഷെ ഇല്ല. അമ്മച്ചി പറഞ്ഞതുപോലെ അഗ്നിഹോത്രി ആരെയെങ്കിലും ഇവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ നോക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു നീക്കം അറിയും. അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല, പക്ഷെ അവരുടെ അവസ്ഥ വീണ്ടും ദയനീയമാവും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ വണ്ടിയിൽ തന്നെ കയറാൻ പറഞ്ഞതും എനിക്കങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തരാൻ പറഞ്ഞതും. ഇനി എനിക്ക് തേജിനോടാണ് സംസാരിക്കേണ്ടത്.
തേജിന് കുറച്ചുകൂടി എളുപ്പമാകും എന്ന് തോന്നുന്നു. എന്തായാലും ശ്രമിച്ചു നോക്കണം. എന്തെങ്കിലും പറഞ്ഞ് അവരെ കണ്ട് കാര്യങ്ങളെല്ലാം അറിയണം. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പോലെ സത്യങ്ങളെല്ലാം പെട്ടെന്ന് മറന്നീക്കി പുറത്തു വരും. അതിൻ്റെ കൂടെ ഇന്ന് നമ്മൾ മാറി നിൽക്കുന്നത് അവർക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാനല്ലേ? അവസരം അവർ എന്തായാലും ഉപയോഗിക്കും, എനിക്ക് ഉറപ്പാണ്, സണ്ണി പറഞ്ഞു. ഗൗരി, കുട്ടികളെ അമ്മച്ചിയുടെ കയ്യിലേക്ക് കൊടുക്ക്. ആദിലക്ഷ്മി, മോനെ വാങ്ങ്. സണ്ണി പറഞ്ഞതും ആദിലക്ഷ്മി ഗൗരിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി. ഗൗരി, എൻ്റെ ലാപ്ടോപ്പ് ഓൺ ചെയ്യുക. സണ്ണി പറഞ്ഞതും ഗൗരി വേഗം തന്നെ സണ്ണിയുടെ ലാപ്ടോപ്പ് ഓൺ ചെയ്തു. പാസ്വേഡ് എന്ന് കാണിച്ചതും ഗൗരി സണ്ണിയെ നോക്കി. സണ്ണി ഒന്ന് ചിരിച്ചു. ആ ചിരിയുടെ അർത്ഥം മനസ്സിലായതുപോലെ ഗൗരി സണ്ണിയുടെയും ഗൗരിയുടെയും വെഡ്ഡിംഗ് ഡേറ്റ് അടിച്ചു കൊടുത്തു. ലാപ്ടോപ്പ് ഓപ്പൺ ആയതും സണ്ണി പറഞ്ഞതുപോലെ തന്നെ ഗൗരി അതിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതിൽ ഹാളിൽ കാണുന്ന വിഷ്വൽസ് വന്നതും ഗൗരി സണ്ണിയെ നോക്കി. അവളുടെ നോട്ടത്തിൽ എന്തോ അർത്ഥമുണ്ടെന്ന് മനസ്സിലായതും സണ്ണി വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കിക്കൊണ്ട് അവളുടെ കയ്യിൽ നിന്നും ലാപ്ടോപ്പ് വാങ്ങി. അതിൽ അഗ്നിഹോത്രി അടക്കം എല്ലാവരും ഹാളിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. എല്ലാവരും സംസാരിക്കുന്നുണ്ട്. സംസാര വിഷയം മുഴുവനും സ്വത്തുക്കളെക്കുറിച്ച് തന്നെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ആദികേശിൻ്റെയും വിവാഹം, ആദിശേഷിൻ്റെ വിവാഹം എല്ലാം ഉണ്ട്. ആനന്ദിൻ്റെ അച്ഛൻ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ആനന്ദിൻ്റെയും ആദിലക്ഷ്മിയുടെയും കാര്യത്തെപ്പറ്റി അവിടെ സംസാരിക്കുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഗരുഡമണിയെക്കുറിച്ചും അനന്തപത്മനാഭൻ്റെ കണക്കറ്റ സ്വത്തുക്കളെക്കുറിച്ചുമായിരുന്നു സംസാരം. അതെല്ലാം കൈക്കലാക്കണം എന്നാണ് ഇപ്പോൾ അവരുടെ ചിന്താഗതി. ഗരുഡമന മാത്രമായിരുന്നു ഇത്രയും നാളും അവരുടെ ടാർഗറ്റിലുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അനന്തപത്മനാഭൻ്റെ സ്വത്തുക്കൾ കൂടി അവരുടെ കണ്ണിൽ പെട്ടിരിക്കുന്നു എന്ന് സണ്ണിക്ക് മനസ്സിലായി. അങ്ങനെ വന്നാൽ അത് തൻ്റെ പെണ്ണിനും തൻ്റെ കുട്ടികൾക്കും ആദിലക്ഷ്മിക്കും ആദികേശിനെയും ആദിശേഷിനെയും ആനന്ദിനെയും അടക്കം എല്ലാവരെയും ബാധിക്കുമെന്ന് സണ്ണിക്കറിയാം. അതുകൊണ്ട് തന്നെ സണ്ണി ഇനി കളികൾ അധികം വച്ച് താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചു. അവൻ വേഗം ഫോണെടുത്ത് അലക്സിനെ വിളിച്ചു. അലക്സിനോടും കൂട്ടരോടും എവിടെ എത്തിയെന്ന് ചോദിച്ചു. അവർ അതിരപ്പള്ളിക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ 1 മണിക്കൂറിലധികം എടുക്കുമെന്ന് അറിയാമായിരുന്നു. അവരോട് വണ്ടി ഇടുന്ന സ്ഥലത്ത് തന്നെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. സ്ത്രീകളെയും പിന്നെ അഗ്നിഹോത്രിയുടെ ഫാമിലിയിലുള്ള എല്ലാവരെയും ആദ്യം പറഞ്ഞു വിടാൻ പറഞ്ഞിട്ടാണ് സണ്ണി ഫോൺ കട്ട് ചെയ്തത്. സണ്ണിയും കൂട്ടരും അതിരപ്പള്ളി എത്തിയപ്പോൾ തന്നെ കണ്ടു പാർക്കിംഗ് ഏരിയയിൽ നിൽക്കുന്ന അലക്സ്, ശ്യാം, ആദിശേഷ്, ആദികേശ് എല്ലാവരും ഉണ്ട്. ബാക്കി സ്ത്രീകളാരെയും കാണുന്നില്ല. എല്ലാവരെയും കയറ്റി വിട്ടു എന്ന് പറഞ്ഞു. തേജിനെ കണ്ടതും അമ്മ എവിടെ? വേഗം തന്നെ വണ്ടിയിൽ നിന്നും ഇറങ്ങി വന്ന സണ്ണി ചോദിച്ചു. അമ്മ അവരുടെ ഒപ്പം പോയി. ഇവിടെ നിർത്താൻ പറ്റില്ലല്ലോ. സ്ത്രീകളെല്ലാവരും കൂടി പോകുമ്പോൾ അമ്മയെ മാത്രം ഇവിടെ നിർത്തിയാൽ അവർക്ക് സംശയമാവില്ലേ? അത് ശരിയാണ്. എന്നാ വാ. ഗൗരി, അല്ലെങ്കിൽ അമ്മച്ചി, അല്ലെങ്കിൽ അന്നക്കുട്ടി, നിങ്ങളിൽ ആരെങ്കിലും തേജ ആൻറ്റിയുടെ അടുത്തേക്ക് ചെല്ലണം. നമ്മൾ സാധാരണ സംസാരിക്കുന്ന പോലെ സംസാരിക്കുക ആൻറ്റിയുടെ അടുത്തിരുന്ന്. പിന്നെ വെള്ളം മേടിച്ചിട്ട് വരാനോ എന്തെങ്കിലും പറഞ്ഞ് അവിടെ നിന്നും അവരുടെ ശ്രദ്ധ മാറുമ്പോൾ ഒന്ന് തേജാൻ്റെയും കൊണ്ട് അവിടെ നിന്ന് മാറണം. കേട്ടല്ലോ? സണ്ണി പറഞ്ഞു. സണ്ണിച്ചായ, അത് ഞാൻ ചെയ്യാം, ആദിലക്ഷ്മി പറഞ്ഞു. എന്നാ വാ എന്ന് പറഞ്ഞ് എല്ലാവരും നടക്കുമ്പോൾ സണ്ണി നടന്ന കാര്യങ്ങളെല്ലാം ബാക്കിയുള്ളവരോടും പറഞ്ഞു. ഇതെല്ലാം കേട്ട തേജ് പെട്ടെന്ന് നിന്നു. അവൻ നടക്കാതെ വന്ന് കണ്ടതും സണ്ണി അവൻ്റെ അടുത്തേക്ക് ചെന്നു. തേജ്, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ഇപ്പോൾ നിന്റെ മനസ്സിൽ നിന്റെ അമ്മയോട് ഒരു ദേഷ്യമാണ്. എന്നാൽ അതൊന്നും വേണ്ട. കാരണം അവരനുഭവിച്ചത് അത് നമ്മൾ കരുതുന്നതിലും അപ്പുറമാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും. അതും സത്യത്തിൽ നിനക്ക് വേണ്ടിയോ നീ ഇതുവരെ കാണാത്ത നിന്റെ അച്ഛന് വേണ്ടിയുമാണ്. അതുകൊണ്ട് അമ്മയോട് ദേഷ്യമൊന്നും വേണ്ട, സണ്ണി പറഞ്ഞു. അവർ വീണ്ടും മുന്നോട്ട് നടന്നു. തേജിൻ്റെ കണ്ണുകൾ നിറയുന്നത് കണ്ട അമ്മച്ചി അവൻ്റെ അടുത്തേക്ക് ചെന്നു. മോനെ, നിന്റെ അമ്മയെ രക്ഷിക്കാൻ നിനക്ക് പറ്റും. അമ്മയെ മാത്രമല്ല ഇപ്പം നീ രക്ഷിക്കേണ്ടത്, നിന്റെ അച്ഛനെ കൂടിയാണ് നീ രക്ഷിക്കേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെ തളർന്നിരിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് നടത്തണം. നിന്റെ കൂടെ ദേ ഈ കാണുന്ന എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് അമ്മയോട് വിഷമം വിചാരിച്ചു ഒന്നും ഇരിക്കണ്ട. ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരിക്കലും ഒരു സ്ത്രീയും അനുഭവിക്കാത്ത അത്രയും വിഷമങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് നിന്റെ അമ്മ. അതിപ്പോൾ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇത്രയും കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ എനിക്കടക്കം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നീ ഒരിക്കലും ഒരു പരിഭവം അമ്മയോട് കാണിക്കരുത്. അതുകൂടിയായാൽ ആ സ്ത്രീ
എന്തിനാണോ ഇത്രയും നാളും കഷ്ടപ്പെട്ടത്, ആർക്ക് വേണ്ടിയാണോ കഷ്ടപ്പെട്ടത്, അവർ തോറ്റുപോകും, അമ്മച്ചി പറഞ്ഞു. അവർ കുറച്ചുകൂടി മുന്നോട്ട് പോയി. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ കണ്ടു എല്ലാവരും അവിടെയുണ്ട്. എന്നാൽ ധീരജിൻ്റെ കണ്ണുകൾ അവിടെ തിരഞ്ഞത് തേജയെയായിരുന്നു. അമ്മയെ തിരഞ്ഞ് അവരുടെ കൂട്ടത്തിൽ കാണാതായതും തേജ് പേടിയോടെ ചുറ്റുമൊന്ന് നോക്കി. അപ്പോഴാണ് കുറച്ച് മാറി ഒറ്റയ്ക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് നോക്കി നിൽക്കുന്ന അമ്മയെ കണ്ടത്. അവൻ ഒന്ന് ദീർഘനിശ്വാസം എടുത്തു. അവൻ പതിയെ അമ്മയുടെ അടുത്തേക്ക് പോകാൻ പോയതും തേജ് സണ്ണി വിളിച്ചതും അവൻ നിന്നു. ഇപ്പോൾ ഒന്നും അമ്മയോട് പറയാൻ നിൽക്കണ്ട. ഇപ്പോൾ നീ സാധാരണ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ സംസാരിക്കുക. പക്ഷേ ഒരു സ്നേഹം ഇപ്പോൾ നിനക്ക് നിൻ്റെ അമ്മയോട് തോന്നണം. ഇത്രയും നാളും നീ എങ്ങനെയാണ് അമ്മയോട് പെരുമാറിയതെന്ന് ഏകദേശം എനിക്കറിയാം. അതെല്ലാം മാറ്റിവെച്ച് സ്നേഹത്തോടെ സംസാരിക്കുക അമ്മയോട്. നിൻ്റെ സ്നേഹം നീ മനസ്സിൽ വെച്ചതാണ്, പക്ഷേ അത് പുറത്ത് കാണിക്കുക. അവരത് ആഗ്രഹിക്കുന്നുണ്ട്, സണ്ണി പറഞ്ഞു. ഒന്നും മിണ്ടാതെ തേജ് അവിടെ നിന്നും അമ്മയുടെ അടുത്തേക്ക് പോയി. അല്പസമയം കഴിഞ്ഞ് തൻ്റെ അടുത്ത് ആരോ നിൽക്കുന്നത് പോലെ തോന്നിയ തേജ് അവനെ ഒന്ന് നോക്കി. അടുത്ത് തേജ് നിൽക്കുന്നത് കണ്ടതും അവർ അവൻ്റെ മുഖത്തേക്ക് നോക്കി, പിന്നെ വെള്ളച്ചാട്ടത്തിലേക്കും. ഒന്നും മിണ്ടാതെ ദൂരേക്ക് നോക്കി നിൽക്കുന്ന അമ്മയെ കണ്ടതും തേജ് വീണ്ടും അമ്മയുടെ മുഖത്തേക്ക് നോക്കി. നിനക്കെന്നോട് എന്തേലും പറയാനുണ്ടോ മോനെ? തേജ ചോദിച്ചതും അവൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. ഒന്നും മിണ്ടാതെ അമ്മയുടെ കയ്യിൽ കയറി പിടിച്ചു. അവൻ തൻ്റെ കയ്യിൽ പിടിച്ചതറിഞ്ഞതും തേജ അവൻ്റെ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടതും അവരുടെ നെഞ്ചിടിപ്പ് കൂടി. എന്തിനാ നിന്റെ കണ്ണ് നിറഞ്ഞത്? അവർ വെപ്രാളത്തോടെ ചോദിക്കുന്നത് കണ്ടതും ധീരജ് കൊച്ചുകുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞു പോയി. അത് കണ്ടതും അവരെ നോക്കി കുറച്ച് മാറി നിന്ന സണ്ണിക്കും കൂട്ടർക്കും സങ്കടം തോന്നി. അവൻ ശരിക്കും തകർന്നു പോയി അല്ലേ? ആദികേഷ് ചോദിച്ചതും അതെ, കുറ്റബോധമാണ് അവൻ്റെ മനസ്സ് നിറയെ. അമ്മയെ പരിഗണിക്കേണ്ട രീതിയിൽ അവൻ ഇതുവരെ പരിഗണിച്ചിട്ടില്ല എന്നൊരു തോന്നൽ. തനിക്ക് വേണ്ടിയും അച്ഛനു വേണ്ടിയും അമ്മ ഒരുപാട് അനുഭവിച്ചല്ലോ എന്നോർക്കുമ്പോഴുള്ള ഒരു സങ്കടം. പക്ഷേ ആ സങ്കടം അഗ്നിഹോത്രിക്കെതിരെ ഒരു കൊടുങ്കാറ്റായി വീശും. അഗ്നിഹോത്രിയിലെ അഗ്നിയെ കിടത്താൻ പോലും ചിലപ്പോൾ ആ കൊടുങ്കാറ്റിന് സാധിക്കും. അതായിരിക്കും ഇനി ധീരജിനെ നമ്മൾ കാണാൻ പോകുന്നത്, മറ്റൊരു ധീരജ്. പക്ഷേ ഒരു കണക്കിന് നല്ലതാണ്. അയാളുടെ മകൻ എന്ന നിലയിൽ ഇനി ധീരജ് ജീവിക്കണ്ട. അവന് ജീവിക്കാനും പറ്റില്ല. കാരണം അവൻ്റെ അച്ഛൻ ജീവനോടെ ഉണ്ടെന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞു, സണ്ണി പറഞ്ഞു. അല്പസമയം അവർ നോക്കി നിന്നപ്പോഴാണ് തേജ ധീരജിൻ്റെ ഒപ്പം വരുന്നത് കാണുന്നത്. സണ്ണി, അവൻ ആൻറ്റിയെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്, ആനന്ദ് പറഞ്ഞു. എനിക്കറിയായിരുന്നു ആ ദൗത്യം നമ്മളൊന്നും ചെയ്യേണ്ടി വരില്ല എന്ന്. അവൻ തന്നെ ആൻറ്റിയെ വിളിച്ചുകൊണ്ടുവരും. ഇനി ഓരോ രഹസ്യങ്ങളും അറിയാൻ നമ്മളെക്കാൾ കൂടുതൽ താല്പര്യം അവനായിരിക്കും. കാരണം മറുഭാഗത്തുള്ളത് അവൻ ഇതുവരെ കാണാത്ത അവൻ്റെ അച്ഛനാണ്. പക്ഷെ സണ്ണി, ഇവിടെ വെച്ചൊരു കൂടിക്കാഴ്ച അത് മറ്റുള്ളവർ കണ്ടാൽ ശരിയാണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ട് മാറാം. അവൻ ആൻറ്റിയും കൊണ്ട് അങ്ങോട്ട് വരട്ടെ. അത് പറഞ്ഞുകൊണ്ട് സണ്ണിയും കൂട്ടരും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറി. ഗൗരി, അമ്മച്ചി, നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടാകണം. അവരുടെ നീക്കങ്ങൾ നോട്ട് ചെയ്യണം. അവർ ഞങ്ങളെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിലും അപ്പോൾ ഞങ്ങളെ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സണ്ണിയും കൂട്ടരും അവിടെ നിന്നും പോയത്. എന്നാൽ സ്വാതന്ത്ര്യം കിട്ടിയതുപോലെയായിരുന്നു അഗ്നിഹോത്രിയുടെ ഫാമിലിയിലെ സ്ത്രീകൾക്ക്. അവരെ എങ്ങും പുറത്തേക്ക് കൊണ്ടുപോയില്ല. അതിന് അഗ്നിഹോത്രി സമ്മതിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ സ്വാതന്ത്ര്യം അവരെല്ലാവരും ആഘോഷിക്കുകയായിരുന്നു. എന്നാൽ രേഷ്മ മാത്രം ഇടയ്ക്കിടെ പുറംതിരിഞ്ഞ് നോക്കുന്നത് കാണുന്നുണ്ട്. അമ്മച്ചി, അവളുടെ നോട്ടം കണ്ടിട്ട് അമ്മച്ചിക്ക് എന്തു തോന്നുന്നു? ആദിലക്ഷ്മി ചോദിച്ചതും അവളാണ് അവളുടെ അച്ഛന് വേണ്ടി പണിയെടുക്കുന്നത്, അമ്മച്ചി പറഞ്ഞതും ബാക്കിയുള്ളവർ അമ്മച്ചിയെ നോക്കി. മനസ്സിലായില്ല? മനസ്സിലാവാൻ എന്തിരിക്കുന്നു? അവള് ആരാണെന്ന് നിങ്ങൾക്കറിയാലോ? അറിയാം. അഗ്നിഹോത്രിയുടെയും അയാളുടെ മൂത്ത മകൻ വീരഭദ്രൻ്റെ ഭാര്യ, അവരിലുണ്ടായ മകള്. അവളെയാണ് അഗ്നിഹോത്രി നമ്മുടെ നീക്കങ്ങൾ അറിയാൻ വേണ്ടി കൂടെ വിട്ടിരിക്കുന്നത്. മനസ്സിലായോ? അമ്മച്ചി പറഞ്ഞതും പിന്നല്ലാതെ അവളുടെ ആ നോട്ടം കാണുമ്പോൾ തന്നെ അറിയാൻ പാടില്ലേ? അവൾ നോക്കുന്നത് തേജാൻറ്റിയാണ്. പക്ഷേ ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും അഗ്നിഹോത്രിയെ പൂട്ടാനുള്ള എല്ലാ തെളിവുകളും കിട്ടിയിരിക്കണം. ഇനിയും ആ ആൻറ്റിയെ അയാളുടെ മുന്നിലേക്ക് വിട്ടുകൊടുക്കരുത്. ഇച്ചാൻ പറഞ്ഞത് വെച്ചാണെങ്കിൽ ഒരുപാട് അവരെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉപദ്രവിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഇനിയും ആ സ്ത്രീയെ വിട്ടുകൊടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം, ആദിലക്ഷ്മി പറഞ്ഞു. അതിനി അവരുടെ മകൻ തന്നെ അവരെ നോക്കിക്കോളും.
അതോർത്ത് നമ്മൾ ടെൻഷനാകേണ്ടി വരില്ല, ആനക്കുട്ടി പറഞ്ഞു. സണ്ണിയും കൂട്ടരും അവർ എല്ലാവരും കൂടി വരാനായി ഏർപ്പാടാക്കിയ വണ്ടിയുടെ ഉള്ളിലേക്കാണ് കയറിയത്. അത് ധീരജിന് മെസ്സേജ് ചെയ്യുകയും ചെയ്തു. അമ്മയോട് വെള്ളം വാങ്ങാം എന്ന് പറഞ്ഞാണ് ധീരജ് കൊണ്ടുവരുന്നത്. അവിടെ നിന്നും പാർക്കിങ്ങിലേക്ക് വന്നത് കണ്ടതും അവർ അവനെ നോക്കി. അമ്മ വാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വന്ന വണ്ടിയിലേക്ക് തേജ് അമ്മയെ കയറ്റി. വണ്ടിയിലിരിക്കുന്ന എല്ലാവരെയും കണ്ടതും തേജയ്ക്ക് ഒരു പകപ്പായിരുന്നു. അമ്മ അമ്മ പേടിക്കണ്ട, പെട്ടെന്ന് സണ്ണി പറഞ്ഞതും അവർ സണ്ണിയുടെ മുഖത്തേക്ക് നോക്കി. ഞങ്ങളൊന്ന് സഹായിക്കാൻ പറ്റുമോ അമ്മയ്ക്ക്? സണ്ണി ചോദിച്ചതും തേജ ഒന്നും മനസ്സിലാവാത്തതുപോലെ സണ്ണിയെ നോക്കി. പിന്നെ തിരിഞ്ഞ് പുറകിൽ നിൽക്കുന്ന മകനെയും നോക്കി. അതെ അമ്മേ, അമ്മ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. അവനും പറഞ്ഞതും എന്താ ഞാൻ ചെയ്യേണ്ടത്? തേജ ചോദിച്ചു. അത് അമ്മേ, എൻ്റെ അച്ഛൻ എവിടെയുണ്ടെന്ന് മാത്രം അമ്മ പറഞ്ഞു തന്നാൽ മതി. ധീരജ് പറഞ്ഞത് കേട്ട തേജ ഞെട്ടലോടെ അവനെ തിരിഞ്ഞു നോക്കി. അവരുടെ കണ്ണുകളിലെ പേടി, അവരുടെ ശരീരത്തെ വിറയൽ എല്ലാം കണ്ട് സണ്ണിക്കും കൂട്ടർക്കും അവരോട് വല്ലാത്ത സഹതാപം തോന്നി. എത്രമാത്രം അവർ ആ ഒരു സത്യത്തെ പേടിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയായിരുന്നു. ധീരജ് അമ്മയുടെ അടുത്തേക്ക് വന്നു. അമ്മയെ ചേർത്ത് പിടിച്ചു. പേടിക്കല്ലേ അമ്മേ, ഞാനില്ലേ അമ്മയുടെ കൂടെ? അവൻ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ കണ്ണുകൾ നിറയുന്നു. അവരിൽ പേടി വളരുന്നു. അത് മനസ്സിലായതുപോലെ സണ്ണി അവരുടെ അടുത്തേക്ക് ചെന്നു. കൂടെ ബാക്കിയുള്ളവരും എല്ലാവരും കൂടി തേജയെ പൊതിഞ്ഞു. ഞങ്ങളെല്ലാവരും ഉണ്ട് ആൻറ്റിയുടെ കൂടെ. ഞങ്ങളും ആൻറ്റിയുടെ മക്കളല്ലേ. ഇപ്പോൾ ഈ സത്യം ഞങ്ങൾ അഗ്നിഹോത്രിയുടെ വായിൽ നിന്ന് തന്നെയാണ് അറിഞ്ഞത്. അതുകൊണ്ട് ആൻറ്റിക്ക് കാണാൻ ആഗ്രഹമില്ലേ ആൻറ്റിയുടെ ഭർത്താവിനെ, ഇവൻ്റെ അച്ഛനെ? സണ്ണി ചോദിച്ചതും അതും തേജയിൽ ഒരു ഞെട്ടലായിരുന്നു. ഇവർക്കെല്ലാവർക്കും അഗ്നിഹോത്രിയുടെ മകനല്ല ധീരജ് എന്ന് അറിയാമെന്നുള്ള കാര്യം അത് തേജയിൽ സന്തോഷമുണർത്തിയെങ്കിലും അതിനേക്കാൾ ഇരട്ടി പേടിയായിരുന്നു. ഇതെല്ലാം അഗ്നിഹോത്രി അറിഞ്ഞ? അത് മനസ്സിലായതുപോലെ സണ്ണി തേജയുടെ കയ്യിൽ പിടിച്ചു. ആൻറ്റി പേടിക്കണ്ട, ഒന്നും അഗ്നിഹോത്രി അറിയില്ല. സ്വന്തം മകനോട് അത്രയും ക്രൂരത ചെയ്യാൻ അയാൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരോടൊക്കെ അയാൾ എത്രമാത്രം ദ്രോഹമായിരിക്കും ചെയ്തിരിക്കുന്നത് എന്ന് ആൻറ്റി ചിന്തിക്കുക. അതിലൊരാളാണ് എൻ്റെ ഭാര്യ ഗൗരി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനിയെങ്കിലും ആൻറ്റി തുറന്നു പറയണം. അതിലൂടെ ആൻറ്റി രക്ഷിക്കാൻ പോകുന്നത് ഇവൻ്റെ അച്ഛനെയാണ്, ആൻറ്റിയുടെ ഭർത്താവിനെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞങ്ങളോടൊന്ന് സഹായിക്കാൻ. ഞാനൊരു പോലീസൊന്നുമല്ല. ഞാൻ അന്വേഷിച്ച് നടക്കുന്നത് എൻ്റെ ഭാര്യയെ ഉപദ്രവിച്ച, എൻ്റെ ഭാര്യയെ സ്വന്തം മകളല്ലാഞ്ഞിട്ട് കൂടി അത്രയും കാര്യമായിട്ട് പൊന്നുപോലെ കൊണ്ടു നടന്ന ഒരു അച്ഛനെയും അമ്മയെയും ഇല്ലാതാക്കിയ എൻ്റെ അമ്മച്ചിയുടെ ജീവനായ അവരുടെ ഭർത്താവിനെ നഷ്ടപ്പെടാനുള്ള കാരണക്കാരനായ അഗ്നിഹോത്രിയെ പറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. ഇനിയുമുണ്ട് നമ്മൾ അറിയാത്തതായ ഒരുപാട് കാര്യങ്ങൾ. അതുകൊണ്ട് ഇനിയും അയാളെ ഇങ്ങനെ തുറന്നു വിടരുത്. അതിന് ആൻറ്റിക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റൂ, സണ്ണി പറഞ്ഞു. അവർ എല്ലാവരെയും നോക്കി. പറ ആൻറ്റി, എവിടെയുണ്ട് ഇവൻ്റെ അച്ഛൻ, ആൻറ്റിയുടെ ഭർത്താവ് ശക്തിഭദ്രൻ? അലക്സാണ് ചോദിച്ചത്. ഇത്രയും നാളും എനിക്കറിയില്ലായിരുന്നു അദ്ദേഹം എവിടെയുണ്ടെന്ന്. 1-2 പ്രാവശ്യം എനിക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ട്. ഏതോ ഒരു മുറിയിൽ ഒരു കട്ടിലിൽ തളർന്നു കിടക്കുന്ന ഒരു രൂപം, മുടിയും താടിയുമെല്ലാം വളർന്ന് പേടിപ്പെടുത്തുന്ന ഒരു രൂപം. പക്ഷേ എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഏതു രൂപത്തിലാണെങ്കിലും ഞാൻ തിരിച്ചറിയും അദ്ദേഹത്തെ, അവർ പറഞ്ഞു. അതിനുശേഷം ആ വീഡിയോയിലൂടെ അല്ലാതെ ആൻറ്റി അദ്ദേഹത്തെ കണ്ടിട്ടില്ലേ? സണ്ണി ചോദിച്ചു. ഇല്ല, ആ വീഡിയോയിലൂടെ അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ എനിക്കറിയാം അദ്ദേഹം എവിടെയുണ്ടെന്ന്. അത് പറഞ്ഞതും എല്ലാവരും അവരെ നോക്കി. അമ്മേ, അച്ഛൻ എവിടെയുണ്ടെന്ന് അമ്മയ്ക്ക് അറിയോ? ധീരജ് പെട്ടെന്ന് അവരുടെ മുന്നിൽ വന്നുകൊണ്ട് അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അറിയാം. എവിടെയമ്മ അച്ഛനുള്ളത്? അദ്ദേഹം ഗരുഡമനയിലെ ഒരു റൂമിലുണ്ട്, ഒരു അറയിൽ. അവർ പറഞ്ഞതും എല്ലാവർക്കും അതൊരു ഞെട്ടലായിരുന്നു. ആ വീട്ടിൽ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നോ? അത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആർക്കും.
അതെ, ഞാനും കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് പോരാൻ നേരത്തെ ഞാനും അതറിയുന്നത്. എനിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു ചെല്ലണം, അവിടെ ചെന്ന് അദ്ദേഹത്തെ കണ്ടുപിടിക്കണം, അവർ പറഞ്ഞു. അമ്മേ, അച്ഛൻ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ തന്നെയോ? അതെ മോനെ, നമ്മൾ താമസിക്കുന്ന വീട്ടിൽ തന്നെ അദ്ദേഹമുണ്ട്. 22 വർഷമായി നമ്മൾ ആരും അറിയാതെ പോയ ആ സത്യമാണ് ഇങ്ങോട്ട് വരുന്ന അന്ന് അമ്മ അറിഞ്ഞത്, അവർ പറഞ്ഞു. എങ്ങനെയാ ആൻറ്റി അറിഞ്ഞത്? എന്താ ഉണ്ടായേ? സണ്ണി ചോദിച്ചു. അവരുടെ ചിന്തകൾ ഇങ്ങോട്ട് പോരുന്നതിന് അരമണിക്കൂർ മുമ്പുള്ള ഒരു സംഭവത്തിലേക്ക് പോയി. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.